Good morning, Anju. Anju എന്നാ പറയുന്നു? Very good. Hey, welcome back to yet another vlog. പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത കുറേ ആൾക്കാരുണ്ട് ഷോർട്സ് വീഡിയോസിന് കൂടി കയറിയത്. അവർക്കും ഇഫ് യു ആർ വാച്ചിങ് ദിസ് വ്ലോഗ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പല അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ കാരണം എനിക്ക് ലോങ് വീഡിയോ എവറി അതർ ഡേ ഇപ്പോൾ ഇടാൻ പറ്റുന്നില്ല. ബട്ട് ഇൻഷാല്ല ഹോപ്പ്ഫുള്ളി ഇനി ഇടാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ബിക്കോസ് എനിക്ക് ലോങ് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഐ ഹാവ് ഡോക്യുമെൻറ്റഡ് ഹൗ ഐ മീൽ പ്രെപ്പ് വിത്തിൻ 1.5 hours ലഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഡിന്നർ. അപ്പം ഹോപ്പ്ഫുള്ളി ഇറ്റ് വിൽ ഹെൽപ്പ് യു ഓൾ. ബീയിങ് എ ടോഡ്ലർ മോം നമ്മളെല്ലാവർക്കും അറിയാം. ഇപ്പം ഇഫ് യു ആർ എ മദർ വാച്ചിങ് ദിസ് വീഡിയോ പ്ലസ് വർക്കിംഗ് വുമൻ ആണെങ്കിൽ ഒന്നും പറയണ്ട. രാവിലത്തെ അടുക്കള പണി എത്രയും പെട്ടെന്ന് നമ്മൾ തീർക്കണം എന്നുള്ള ഉദ്ദേശത്തിലായിരിക്കുമല്ലോ എല്ലാവരും കിച്ചണിൽ കയറുന്നത്. പിന്നെ എന്താ പറയുക, പിള്ളേരുടെ ടിഫിൻ പാക്കിങ് എല്ലാം കൂടി വരുമ്പോൾ നമുക്ക് സമയം കിട്ടത്തില്ല. സോ ഞാൻ എൻ്റെ വീഡിയോസിൽ കൂടി ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എത്രയും പെട്ടെന്ന് നമുക്ക് എങ്ങനെയാണ് കിച്ചണിലെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമുക്കായിട്ട് കുറച്ച് സമയം മാറ്റി വയ്ക്കുക, കുറച്ചുകൂടി പീസ്ഫുൾ സമാധാനത്തിലൂടെ നമുക്ക് രാവിലത്തെ മോർണിംഗ് കുറച്ച് എളുപ്പത്തിൽ സ്പെൻഡ് ചെയ്യാനും അത്ര തന്നെ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മെനുവിൽ കുറച്ച് ഫ്രൂട്ട്സ് വരുന്നുണ്ട്. പിന്നെ വന്നിട്ട് തലേന്ന് വെച്ച കുറച്ച് ചിക്കൻ ഫ്രൈ ബാക്കി ഉണ്ടായിരുന്നു. എന്നിട്ടൊരു ബുൾസൈയും ബ്രെഡും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇത് നമുക്ക് പിള്ളേർക്ക് ടിഫിൻ ബോക്സിൽ, അതായത് സ്നാക്ക് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റും കേട്ടോ. മയോ അല്ലെങ്കിൽ കുറച്ച് ഹെൽത്തി ആയിട്ട് വരുവാണെങ്കിൽ കുറേ ഹെൽത്തി മിക്സ് ഒക്കെ വരുന്നുണ്ടല്ലേ. ഇപ്പം മയോ തന്നെ നമുക്ക് അധികം ഓയിൽ ചേർക്കാതെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു സാൻഡ്വിച്ച് ആക്കി കൊടുക്കാൻ പറ്റും. പക്ഷേ ഞാനിപ്പം എനിക്കതിൻ്റെ സമയം ഇല്ലാത്തതുകൊണ്ട് സെപ്പറേറ്റ് ബുൾസൈയും അങ്ങനെയാണ് ഞാൻ കഴിക്കുന്നത്. പിന്നെ സൈഡിൽ ചോറ് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കഴിക്കാൻ പോകുന്ന മുമ്പ്, ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് തന്നെ നമ്മൾ ചോറ് വെക്കുമെങ്കിൽ പിന്നീട് നമുക്ക് അതിനു വേണ്ടി സമയം മാറ്റി വെക്കുന്ന ആവശ്യം വരത്തില്ല. മോൾ എന്തായാലും ഇതുപോലെ ബ്രെഡും ടോസ്റ്റും ഒന്നും കഴിക്കത്തില്ല. അപ്പോൾ അവൾക്ക് വേണ്ടി സെപ്പറേറ്റ് ഞാൻ കുറച്ച് പുട്ടും പിന്നെ രാത്രി തന്നെ ഞാൻ പയർ ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുട്ടും പയറും അവൾക്ക് എടുത്ത് ചായയും വെച്ചിട്ട് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി അപ്പോഴത്തേക്ക് കഴിഞ്ഞു. അപ്പം വേറൊരു സംഭവം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കുക്കിങ്ങിൽ ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നത് നോൺ വെജ് ഐറ്റംസ് ഉണ്ടാക്കാനാണ്. ഇപ്പോൾ ഡിന്നറിനായിക്കോട്ടെ, ലഞ്ചിനുള്ള കുറച്ച് നോൺ വെജിൻ്റെ ഫ്രൈ ആയിക്കോട്ടെ, അതൊക്കെ വൃത്തിയാക്കാൻ കുറേയൊക്കെ സമയം എടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ ഒരു 1 വീക്കിൻ്റെ മീൽ പ്ലാനിങ് ചെയ്തിട്ട് അതിനുള്ള മാരിനേഷനൊക്കെ ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കും. അതാകുമ്പോൾ നമുക്ക് അതിനു വേണ്ടി സെപ്പറേറ്റ് ടൈം മാറ്റി വെക്കുന്ന ആവശ്യമില്ല. അപ്പോൾ ഇന്നത്തെ ലഞ്ച് മെനുവിൽ ചോറും സാമ്പാറും പിന്നെ വന്നിട്ടൊരു ചിക്കൻ പൊരിച്ചതും പിന്നെ കുറച്ചൊരു പയർ തോരൻ എടുക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് കഴിയും കേട്ടോ. ആദ്യം തന്നെ ഞാൻ സാമ്പാറിനുള്ളത് വേവിക്കാൻ വെച്ചു. സൈഡ് ബൈ സൈഡ് തന്നെ ഞാൻ ചിക്കൻ പൊരിക്കാനായിട്ട് വെച്ചു. സാമ്പാർ മസൂർ ദാൽ ആയതുകൊണ്ട് ഒറ്റ വിസിൽ റെഡിയായി. അതൊന്ന് മാറ്റി വെച്ചിട്ട് പിന്നീട് ഞാൻ പയർ തോരനുള്ള പ്രിപ്പറേഷൻ ചെയ്യാനായിട്ട് തുടങ്ങി. സവോളയൊക്കെ ജസ്റ്റ് ഒന്നും ആവുന്ന ടൈമിൽ ഞാൻ പയറൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തു. പിന്നെ സാമ്പാറിന് ഇടാനുള്ള ബാക്കി വെജീസ് അല്ലേ, എനിക്ക് ഇവിടെ 2 സ്റ്റൗവാണ് വരുന്നത്. നിങ്ങൾക്ക് അതിനേക്കാളും കൂടുതൽ സ്റ്റൗസ് ഉണ്ടെങ്കിൽ നേരത്തെ എല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ആ ഒരു ടൈമിൽ ഞാൻ പച്ചക്കറി ബാക്കി സാമ്പാറിനുള്ള പച്ചക്കറിക്ക് ആക്കി വെച്ചു. അപ്പോഴത്തേക്ക് ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ടായിരുന്നു. പിന്നീട് സാമ്പാറിന് ജസ്റ്റ് ഒന്ന് താളിച്ചിട്ട് നേരത്തെ ആ ഒരു വേവിച്ച വെജിറ്റബിൾസും പിന്നെ വേവിക്കാനുള്ള വെജിറ്റബിൾസ് ഇട്ടിട്ട് സാമ്പാർ ജസ്റ്റ് ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചു. ശരിക്കും പറഞ്ഞാൽ സാമ്പാറിന് സ്പെസിഫിക് റെസിപ്പി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. അപ്പം പിന്നീട് ഇത് രണ്ടും ആവുന്ന ടൈം കൊണ്ട് നമുക്ക് ഡിന്നറിനുള്ള പ്രിപ്പറേഷൻ നേരത്തെ ചെയ്യാൻ പറ്റും. പിന്നല്ലേ ഈ ഒരു പയർ ഇങ്ങനെ തോരനാക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ കുറച്ച് ഹോളായിട്ട് കുരുമുളക് ഇട്ട് കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വേറെ മസാലാസ് ഒന്നും ഇടുന്നില്ല ഇതിനകത്ത്, മഞ്ഞളും ഉപ്പും മാത്രം. അപ്പോൾ ഇന്നത്തെ ഡിന്നറിന് ഉള്ളത് പനീർ ബട്ടർ മസാലയാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയതാണ്. എല്ലാം കൂടി ഒരു പോട്ടിലിട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വെള്ളവും പാലും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി. ചിലർ ഇത് ആക്ച്വലി കുക്കറിലും ആക്കും, ഒരു വിസിൽ അടിച്ചാലും മതി. പക്ഷേ ഞാൻ ജസ്റ്റ് ഒന്ന് ആ പനീർ ആക്കുന്ന അതേ പാത്രത്തിൽ തന്നെയാണ് ആക്കുന്നത്. ഹോൾ സ്പൈസസ്, സവോള, ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി, പിന്നെ വന്നിട്ട് നമുക്ക് ഒരു ചെറിയ പീസ് ബട്ടറും കാഷ്യൂ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ കാഷ്യൂ ഇല്ലാത്തതുകൊണ്ട് അതിന് പകരം ഞാൻ ബദാമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതൊന്നും ചെറിയ ചെറിയ രീതിയിൽ ഇങ്ങനെ ചോപ്പ് ചെയ്യുന്ന, സെപ്പറേറ്റ് ഓയിൽ ഇട്ടിട്ട് ഇങ്ങനെ എന്താ പറയുക ജസ്റ്റ് ഒന്ന് സ്റ്റെർ ചെയ്ത് കൊടുക്കുന്ന അതിനൊന്നും ആവശ്യമില്ല കേട്ടോ. പിന്നെ പൊടിക്കായിട്ട് ഞാനിവിടെ ഒരു ടീസ്പൂൺ മാത്രം കൊറിയാൻഡർ പൗഡർ ഇടുന്നുണ്ട്. ഉപ്പ് ഇട്ടിട്ട് ആവശ്യത്തിന് പാലൊഴിച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഇത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ ഒരു ടൈമിൽ ഞാൻ കിച്ചൺ ജസ്റ്റ് ഒന്ന് എല്ലാം ഒതുക്കിയെടുക്കലാണ്. ബിക്കോസ് ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ ഒന്നും ഇത് ചെയ്യുന്നില്ല. പനീർ ബട്ടർ മസാല ആയതുകൊണ്ട് രാത്രി എന്തായാലും ഇതിനു വേണ്ടി ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്. ആ ഒരു ടൈമിലാണ് ഇത് എടുക്കുന്നത്.
ബിക്കോസ് ഇത് ചൂടായിട്ട് എന്തായാലും നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു രാത്രി സെപ്പറേറ്റ് ഇതിനായിട്ട് ഇങ്ങനെ കുക്കിംഗ് ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് പനീരൊന്ന് അരച്ചിട്ട് ഈ ഒരു മിക്സി ഒന്ന് അരച്ചിട്ട് അതിന് മുകളിൽ പനീർ ടോസ്റ്റ് ചെയ്ത് ഇട്ടാൽ മതിയല്ലോ. പിന്നെ ഫ്രഷ് ക്രീം കുറച്ച് ഇട്ടാൽ അത് റെഡിയായി കിട്ടും. എന്നിട്ട് ചപ്പാത്തിയും കൂടിയാണ് കോമ്പിനേഷൻ വരുന്നത്. അപ്പോൾ ഈ ഒരു 1-1.5 hours നമുക്കിത് ചെയ്യാൻ പറ്റും. പിന്നെ യൂഷ്വലി ഞാൻ സാമ്പാർ ഉച്ചയ്ക്ക് എടുക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ച് അധികം എടുക്കും. നെക്സ്റ്റ് ഡേയും ഈ സാമ്പാർ തന്നെയായിരിക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യണമെങ്കിലും ഉണ്ടല്ലോ, നിങ്ങൾ മേക്ക് ഷുവർ നമ്മൾ കുക്ക് ചെയ്തിട്ട് വിത്തിൻ 2 hours തന്നെ നമുക്ക് സെപ്പറേറ്റ് ഇങ്ങനെ ബാച്ചായിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. അത് പുറത്തെടുത്തിട്ട് ചൂടാക്കിയിട്ട് പിന്നെയും ഫ്രിഡ്ജിൽ വെക്കുമെങ്കിൽ അത് നിൽക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാനിത് സ്റ്റോർ ചെയ്യുന്നത് 2 കണ്ടെയ്നേഴ്സിലായിട്ടാണ്. അതായത് പിറ്റേന്ന് രാവിലെ ഇഡ്ഡലി ദോശ ബാറ്റർ ഞാൻ റെഡിയാക്കുന്നുണ്ട് ഇന്ന് തന്നെ. അപ്പോൾ പിറ്റേന്ന് രാവിലെ ഇഡ്ഡലിയാണ്, അപ്പോൾ ഇഡ്ഡലിക്ക് കുറച്ചധികം സാമ്പാർ വേണ്ടി വരും. അത് സെപ്പറേറ്റ് ആക്കി. പിന്നെ ദോശയുടെ കൂടെ കൂടുതലും ഉള്ളിച്ചമ്മന്തിയാണ് എടുക്കുക, സാമ്പാർ കുറച്ചേ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ക്വാണ്ടിറ്റി ഞാൻ മെഷർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. രാത്രി അറൗണ്ട് 7-7:30 ആയപ്പോഴാണ് ഞാൻ ചപ്പാത്തിക്ക് റെഡിയാക്കാനായിട്ട് കയറിയത്. ബിക്കോസ് ഞാൻ കഴിക്കുമ്പോൾ എന്തായാലും ഒരു 8:30-9 മണിയാവും. അപ്പോൾ അതിനനുസരിച്ച് കയറിയത് മാത്രം. അപ്പോൾ ആദ്യം തന്നെ ചപ്പാത്തിക്ക് കുഴച്ചൊന്ന് അടച്ചു വെച്ചു. ബിക്കോസ് ഒരു 30 മിനിറ്റൊക്കെ ഇരുന്നാലേ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് വരുള്ളൂ. മീൻ വൈൽ നമ്മൾ നേരത്തെ ആ ഒരു പനീർ ബട്ടർ മസാലയിൽ ബേസ് ആക്കിയിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് ഇങ്ങനെ ഒരു പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കുക. എന്നിട്ട് അതേ പാനിൽ തന്നെ കുറച്ച് ബട്ടറും ഇച്ചിരി ചില്ലി പൗഡർ ഇട്ടിട്ട് പനീരൊന്നും ഇങ്ങനെ ടോസ്റ്റ് ചെയ്തെടുക്കുക. ഏത് ബ്രാൻഡ് പനീർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ ബ്രില്ലേറിൻ്റെ ആണ് യൂസ് ചെയ്യുന്നത്. അതാകുമ്പോൾ ഭയങ്കര സോഫ്റ്റ് പനീർ കിട്ടും കേട്ടോ. അപ്പം ഈ പാനിൽ തന്നെ നമ്മൾ പിന്നീട് നേരത്തെ ആ ഒരു പേസ്റ്റ് ആക്കിയല്ലോ അതൊന്നും ഇതിന് മേലെ ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആ ഒരു മിക്സി ജാറൊന്ന് ക്ലീൻ ചെയ്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ആൽമണ്ട് പേസ്റ്റ് ഇല്ലെങ്കിൽ കാഷ്യൂടെ പേസ്റ്റ് വരുമ്പോൾ ഭയങ്കര തിക്കായിട്ട് വരും. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അത് ശരിയാവില്ല. എന്നിട്ട് അതിൻ്റെ മുകളിൽ ടോസ്റ്റ് ചെയ്ത് പനീരും ഇട്ടിട്ട് നമുക്ക് ഇതിന് മേലെ കസൂരി മേത്തിയല്ലേ അതിട്ടിട്ട് കുറച്ച് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കൊറിയാൻഡർ ലീവ്സ് ഇട്ട് കൊടുക്കാം. ഫ്രഷ് ക്രീം ചിലരിടും, പക്ഷേ ചിലരിടത്തില്ല. ഫ്രഷ് ക്രീം ഇട്ടാൽ നല്ലൊരു ക്രീമി ആയിട്ടുള്ള പനീർ ബട്ടർ മസാല നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ഡിന്നർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇട്ടിട്ട് ഞാൻ പിറ്റേന്നുള്ള ദോശ ബാറ്ററും ജസ്റ്റ് ഒന്ന് സൈഡ് ബൈ സൈഡ് റെഡി ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇഫ് യു ആർ എ വർക്കിംഗ് മദർ ഓർ എന്തായാലും കിച്ചണിൻ്റെ പരിപാടി പെട്ടെന്ന് തീർക്കണമെങ്കിൽ ഇതുപോലെ മീൽ പ്രിപ്പയർ ചെയ്ത് വെക്കുക. ഓക്കെ, ലൈക്ക് ദിസ് വീഡിയോ. സീ ഇൻ ദ നെക്സ്റ്റ് വ്ലോഗ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.